ഹായ് ഫ്രണ്ട്സ്, NSN സയൻസ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പൊസിഷൻ ഐസോമേഴ്സിനെ പറ്റിയാണ് നോക്കുന്നത്. രണ്ട് കോമ്പൗണ്ട്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. CH3 CH2 CH2OH, CH3 CHOH CH3. ഇവിടെ നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലാകും. ഫംഗ്ഷണൽ ഗ്രൂപ്പ് രണ്ട് കോമ്പൗണ്ട്സിലും ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, ഫംഗ്ഷണൽ ഗ്രൂപ്പ് OH. എന്നാൽ ഇതിന്റെ ഇവിടെയും OH ഇവിടെയും OH. എന്നാൽ ഇതിന്റെ മോളിക്കുലർ ഫോർമുല തന്മാത്രാ സൂത്രം ആകെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജന്റെ എണ്ണമാണ്. അത് C3H8O ആണ്. 3 കാർബണും 8 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് ഈ രണ്ട് കോമ്പൗണ്ടിൽ രണ്ട് സംയുക്തത്തിലും വന്നിരിക്കുന്നത്. അപ്പോൾ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇനിയും ഇതിന്റെ സ്ട്രക്ചറിന് അല്പം വ്യത്യാസമുണ്ട്. നമുക്ക് ഇവിടെ IUPAC നെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ IUPAC നെയിം ചെയ്താൽ 3 കാർബൺ വരുന്ന ആൽക്കൈൻ പ്രൊപ്പാൻ ആണ്, പ്രൊപ്പൈൻ ആണ്. അതുകൊണ്ട് ഈ മാറ്റിയിട്ട് പ്രൊപ്പാൻ ഹൈഫൻ പിന്നെ 1 OH ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ 1 ഇട്ടു. OH വരുമ്പോൾ ചേർക്കേണ്ട പിന്നെ പ്രിഫിക്സ് എന്താണ്? ഓൾ ആണ്. അപ്പൊ പ്രൊപ്പാൻ 1 ഓൾ എന്നാണ് ഇതിന്റെ IUPAC നെയിം വരുന്നത്. അടുത്ത കോമ്പൗണ്ടിനെ പ്രൊപ്പാൻ 3 കാർബൺ തന്നെയാണ്, അതുകൊണ്ട് പ്രൊപ്പാൻ ഇവിടെ OH പൊസിഷൻ എത്രയാണ്? 2 ആണ്. അപ്പൊ പ്രൊപ്പാൻ 2 ഓൾ എന്നാണ് പൊസിഷൻ IUPAC നെയിം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോളിക്കുലർ ഫോർമുല സെയിമും ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ വ്യത്യാസവുമായിട്ട് വരുന്നതിനാൽ ഇതിനെ നമ്മൾ പൊസിഷൻ ഐസോമറുകൾ എന്നാണ് പറയുന്നത്. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമെറിസം. These compounds having same molecular formula but differ in the position of functional group on carbon chain. This phenomenon is known as position isomerism. അപ്പൊ ഇതിലെ OH എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ മാത്രം വ്യത്യാസം വരുന്നുണ്ട്. എന്നാൽ മോളിക്കുലർ ഫോർമുലയൊക്കെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയും. ഒരു 3 എക്സാമ്പിൾ കൂടെ നമുക്ക് താഴെ നോക്കാം. ഇവിടെ നോക്കിയാൽ CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. ഇവിടെയാണെങ്കിൽ ഡബിൾ ബോണ്ട് ഫസ്റ്റ് കാർബണിൽ വന്നിരിക്കുന്നു. അടുത്തത് CH3 CH ഡബിൾ ബോണ്ട് CH3 സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. ഈ IUPAC നെയിം വരുന്നത് നമ്പറിംഗ് ഒക്കെ ഞാൻ പറയാത്തത് അതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതുകൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ഇവിടെ നമ്പർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡബിൾ ബോണ്ടിന് ലീസ്റ്റ് നമ്പർ വരത്തക്ക വിധം. എന്നിട്ട് IUPAC നെയിം ചെയ്തൊക്കെ നോക്കി. ഇവിടെ ആണെങ്കിൽ 4 കാർബൺ വരുന്നതിന്റെ വേർഡ് റൂട്ട് ബ്യൂട്ട്, ഫസ്റ്റ് കാർബണിൽ ഡബിൾ ബോണ്ട്, അതുകൊണ്ട് ബ്യൂട്ട് 1 എന്നാണ് അതിന്റെ IUPAC നെയിം. ഇവിടെയാണെങ്കിൽ ബ്യൂട്ട് 2 രണ്ടാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല നോക്കാം. തന്മാത്രാ സൂത്രം C4H8 ആണ്. 4 കാർബണും 3 3 6 2 8 ഹൈഡ്രജനും രണ്ടിലും അത് തന്നെയാണ്. 4 കാർബണും 8 ഹൈഡ്രജനുമാണ് വന്നിരിക്കുന്നത് ഈ രണ്ട് കോമ്പൗണ്ടിലും. അപ്പൊ മോളിക്കുലർ ഫോർമുല ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് C4H8. അപ്പൊ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷെ വ്യത്യാസം വന്നിരിക്കുന്നത് എന്താണ്? പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ഓൺ കാർബൺ ചെയിൻ അല്ലെ. അതായത് ഈ ദ്വിബന്ധനത്തിന്റെ പൊസിഷന്റെ സ്ഥാനം ഈ കാർബൺ ചെയിനില് ദ്വിബന്ധനത്തിന്റെ സ്ഥാന വ്യത്യാസം വരുന്നുണ്ട്. അത് മാത്രമേ ഇവിടെ വ്യത്യാസം വരുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഡബിൾ ബോണ്ടിനെ ഒരു അതിനെ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഡബിൾ ബോണ്ട് എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ഇവിടെ പൊസിഷൻ നമ്പർ ഒക്കെ കൊടുത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതും ഈ രണ്ട് കോമ്പൗണ്ടും എന്താണ്? പൊസിഷൻ ഐസോമേഴ്സ് ആണ്. അടുത്തൊരു കോമ്പൗണ്ട് നോക്കിയാൽ CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH. ഇവിടെ ആണെങ്കിൽ CH3 C ട്രിപ്പിൾ ബോണ്ട് C CH3. ഇപ്പൊ ഇവിടെ നമ്പർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ട്രിപ്പിൾ ബോണ്ട് വരുന്ന കാർബൺ ലിസ്റ്റ് നമ്പർ വരത്തക്കാണ് ചെയ്തു. ഇവിടെ നോക്കി ഫസ്റ്റ് കാർബണിൽ ട്രിപ്പിൾ ബോണ്ട്, ഇവിടെ ഇങ്ങോട്ട് നമ്പർ ചെയ്തപ്പോൾ സെക്കൻഡ് കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്, അതായത് ത്രിബന്ധനം വരുന്നത്. അതുകൊണ്ട് നമ്മുടെ IUPAC നെയിമിംഗ് എന്ന് നോക്കാം. ബ്യൂട്ട് ആണ് 4 കാർബൺ, ബ്യൂട്ട് 1 എന്നാണ്. YNE ചേർക്കണം ട്രിപ്പിൾ ബോണ്ടിന്, ത്രിബന്ധനത്തിന് അയിൻ എന്ന്. അപ്പൊ ഇവിടെ നോക്കിയാൽ ബ്യൂട്ട് 2 അപ്പൊ ഇത് ബ്യൂട്ട് 1 ഇത് ബ്യൂട്ട് 2 ആണ്. എന്നാൽ ഇവർ രണ്ടുപേരുടെയും തന്മാത്രാ സൂത്രം സെയിം ആണ്. നോക്കിയാൽ C4H6 ആണ്. 1 2 3 4 കാർബൺ, അതുപോലെ 3 3 6 ഹൈഡ്രജൻ. ഇവിടെ അതുപോലെ 3 2 5 1 6 ഹൈഡ്രജൻ ആണോ. ഇവിടെ അപ്പൊ എന്തിലാണ്? സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് പൊസിഷൻ ഓഫ് എന്താണ്? ട്രിപ്പിൾ ബോണ്ട് ഓൺ കാർബൺ ചെയിൻ അല്ലെ. ട്രിപ്പിൾ ബോണ്ട് അതായത് ത്രിബന്ധനത്തിന്റെ പൊസിഷനില് വ്യത്യാസം വന്നതുകൊണ്ട് മാത്രം നമ്മൾ ഇതിനെ എന്താണ്? പൊസിഷൻ ഐസോമേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി നാലാമത്തെ നോക്കിക്കേ, CH3 CH2 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 CH2Cl. ഇതിനെ നമ്മൾ ക്ലോറിൻ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് എടുത്തു. ഇവിടെ ഫസ്റ്റ് കാർബണിൽ ക്ലോറിൻ വരത്തക്ക രീതിയിൽ നമ്പർ ചെയ്തു. അപ്പോൾ അതിന്റെ പേര് 1 ക്ലോറോപെന്റെയിൻ എന്നായി. 5 കാർബൺ വരുന്നുണ്ട്, അപ്പൊ പെന്റെയിൻ ആണ്, 1 ക്ലോറോപെന്റെയിൻ. എന്നാൽ അടുത്ത കോമ്പൗണ്ടിലെ രണ്ടാമത്തെ കാർബണിലാണ് ക്ലോറിൻ വരുന്നത്. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു? 2 ക്ലോറോപെന്റെയിൻ എന്ന് വിളിക്കുന്നു അല്ലെ. ഇനി അതിന്റെ മോളിക്കുലർ ഫോർമുല തന്മാത്രാ സൂത്രം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. C5H11Cl ആണ്. 5 കാർബണും 11 ഹൈഡ്രജനും 1 ക്ലോറിനുമാണ്. അപ്പൊ ഇവിടെ നോക്കും 3 4 2 6 2 8 3 11 ഹൈഡ്രജൻ. ബാക്കി 5 കാർബൺ ഉണ്ട്, 1 ക്ലോറിനും ഉണ്ട്. രണ്ട് കോമ്പൗണ്ടിലും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പിന്നെ വ്യത്യാസം വരുന്നത് എന്താണ്? ഈ ക്ലോറിൻ എന്ന് പറയുന്ന ഹാലജന്റെ അതായത് ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വ്യത്യാസം. ഇവിടെ രണ്ടാമത്തെ കാർബണിലും ഇവിടെ ഒന്നാമത്തെ കാർബണിലുമാണ്. അതുകൊണ്ട് 1 ക്ലോറോപെന്റെയിൻ ആൻഡ് 2 ക്ലോറോപെന്റെയിൻ ആർ പൊസിഷൻ ഐസോമേഴ്സ്. അപ്പൊ ഇതാണ് പൊസിഷൻ ഐസോമേഴ്സിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ജനറൽ ആയിട്ടുള്ള ഇതിന്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെച്ചോണം. കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല
but differ in the position of functional group on carbon chain is known as position isomers. That phenomenon is known as position isomerism. ഈ ഏത് ജോഡി എടുത്താലും അതിൽ മോളിക്കുലാർ ഫോർമുല തന്മാത്രാ സൂത്രം രണ്ടുപേരുടെയും ഒരുപോലെ ആയിരിക്കും. എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷന് സ്ഥാനത്തിന് വ്യത്യാസം വരികയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമറുകൾ. ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമെറിസം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒരു വർക്ക് തന്നിട്ടുണ്ട്. റൈറ്റ് പൊസിഷൻ ഐസോമർ ഓഫ് പെൻഡാൻ 2-on. പെൻഡാൻ 2-onന്റെ പൊസിഷൻ ഐസോമർ എഴുതുക എന്നുള്ളത്. അപ്പൊ പെൻഡാൻ 2-on IUPAC നെയിം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ സ്ട്രക്ചർ രണ്ടെണ്ണം എഴുതണം. ഇവിടെ നോക്കിയാൽ പെൻഡാൻ 2-on ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് സെക്കൻഡ് കാർബണിൽ ഓൺ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം കീറ്റോൺ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് വരേണ്ടത്, CO. അപ്പൊ ഇവിടെ അതനുസരിച്ച് എഴുതിയിട്ടുണ്ട് CH3 CH2 CH2 CO CH3 ഉണ്ട്. അതായത് സെക്കൻഡ് കാർബൺ റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്ത സെക്കൻഡ് കാർബണിൽ കീറ്റോണിക് ഗ്രൂപ്പ് CO ഫംഗ്ഷണൽ ഗ്രൂപ്പ് കീറ്റോണിനാണല്ലോ നമ്മൾ ഓൺ എന്ന് ചേർക്കുന്നത്. അപ്പൊ ബാക്കി 3, 4, 5 കാർബൺ എഴുതിയിട്ട് ബാക്കിയുള്ളിടത്ത് ഹൈഡ്രജൻ നിങ്ങൾ ആഡ് ചെയ്താൽ മതിയാവും. അപ്പൊ ഇതിനെ IUPAC നെയിം വരുന്നത് പെൻഡാൻ 5 കാർബൺ വരുന്നുണ്ട്. പെൻഡാൻ 2-on സെക്കൻഡ് കാർബണിൽ കീറ്റോണിക് ഗ്രൂപ്പ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇനി അതിന്റെ അപ്പൊ നമുക്ക് ഇതിന് ഈ IUPAC നെയിമിന്റെ പേര് കിട്ടി, അതായത് സ്ട്രക്ചർ കിട്ടി. ഇനി അതിന്റെ ഒരു പൊസിഷൻ ഐസോമർ എഴുതാനാ പറഞ്ഞത്. അപ്പൊ പെൻഡാൻ 2-onന്റെ നമുക്ക് ഈസി ആയിട്ട് അറിയാമല്ലോ, പെൻഡാൻ 3-on എഴുതാൻ സാധിക്കും അല്ലെ. പെൻഡാൻ 1-on എഴുതാൻ പറ്റില്ല. പക്ഷെ അനുയോജ്യമായിട്ടുള്ളത് പെൻഡാൻ 3-on ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ CH3 CH2 CO CH2 CH3 ഇവിടെ നമ്പർ ചെയ്ത് വരുമ്പോൾ തേർഡ് കാർബണിലാണ് കീറ്റോണിക് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്, മൂന്നാമത്തെ കാർബണിൽ. അപ്പൊ നമുക്ക് അതിന്റെ പേര് എഴുതാം പെൻഡാൻ 3-on. അപ്പോൾ ഇത് രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല നോക്കുമ്പോൾ C5H10O ആണ് തന്മാത്രാ വാക്യം. കാർബൺ 5 എണ്ണം 10 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് ഈ രണ്ട് സംയുക്തത്തിലും വരുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും എന്താണ്? പൊസിഷൻ ഐസോമേഴ്സ് ആണ്. അടുത്ത ഫംഗ്ഷൻ ഗ്രൂപ്പിലേക്ക് പോവാം. ഫംഗ്ഷണൽ ഐസോമേഴ്സ്, ഫംഗ്ഷണൽ ഐസോമറുകൾ എന്ന് പറയുന്നു. രണ്ട് കോമ്പൗണ്ടിനെ തന്നിട്ടുണ്ട്, രണ്ട് സംയുക്തങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. CH3 CH2OH, അടുത്തത് CH3O CH3. അപ്പൊ ഐസോമർ ആണെങ്കിൽ നമ്മൾ ഇതിന്റെ രണ്ട് സംയുക്തത്തിന്റെ രണ്ട് കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണോ എന്ന് നോക്കാം. 2 കാർബണും 6 ഹൈഡ്രജനും 1 ഓക്സിജനും ഉണ്ട്. ഇവിടെ 2 കാർബണും 6 ഹൈഡ്രജനും 1 ഓക്സിജനും ഇവിടെ അതുപോലെ തന്നെയാണ്. അപ്പോൾ രണ്ടുപേർക്കും മോളിക്കുലർ ഫോർമുല സെയിം ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ ഘടന നോക്കുമ്പോൾ വ്യത്യാസമായിട്ടാണ് വരുന്നത്. കൂടാതെ എന്താണ് വ്യത്യാസം കാണുന്നത്? ഇവിടുത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാണ്? ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, ആൽക്കഹോളിക് ഗ്രൂപ്പാണ്. രണ്ടാമത്തേതിന്റെ ഈഥർ ആണ്, ആൽക്കോക്സി ഗ്രൂപ്പാണ്. അപ്പൊ രണ്ട് വ്യത്യസ്തമായ ഫംഗ്ഷണൽ ഗ്രൂപ്പുമാണ് വരുന്നത് അല്ലെ. അതിനെ നമുക്ക് IUPAC നെയിം ചെയ്യാം. ആദ്യത്തേതിന് എഥനോൾ എന്ന് പേരെഴുതാം, അടുത്തതിന് മീഥോക്സി മീഥേൻ എന്ന് എഴുതാം. മീഥോക്സി മീഥേൻ. അപ്പോൾ ഇതിന്റെ എന്തിലാണ് വ്യത്യാസം വരുന്നതെന്ന് നോക്കിയാൽ ഇവിടെ മോളിക്കുലർ ഫോർമുല സെയിം, ഫംഗ്ഷണൽ ഗ്രൂപ്പിലാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നു? ഫംഗ്ഷണൽ ഐസോമറുകൾ എന്ന് പറയും. ദ കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫർ ഇൻ ദി എന്താണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഓൺ കാർബൺ ചെയിൻ. ഫംഗ്ഷണൽ ഗ്രൂപ്പ്, ഈ കാർബൺ ചെയിനിലുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പിനാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ആദ്യത്തെ OH, രണ്ടാമത്തെ OU. അതുകൊണ്ട് ഇവരെ നമ്മൾ എന്ത് വിളിക്കും? ഫംഗ്ഷണൽ ഐസോമേഴ്സ്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഫംഗ്ഷണൽ ഐസോമെറിസം. ഇനി അടുത്തതിന് ഫംഗ്ഷണൽ ഐസോമേഴ്സിന് ഒരു എക്സാമ്പിൾ കൂടെ തന്നിട്ടുണ്ട്. CH3 CH2 CHO. അടുത്തത് CH3 CO CH3. രണ്ടുപേരും കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണ്, ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. രണ്ടാമത്തത് വരുന്നത് കീറ്റോണിക് ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പൊ ഈ കീറ്റോണിക് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൽഡിഹൈഡും വന്നപ്പോൾ തന്നെ ഫംഗ്ഷൻ ഗ്രൂപ്പ് വ്യത്യാസമാണെന്ന് മനസ്സിലായി. ഇനി നമ്മളിത് ഫംഗ്ഷണൽ ഐസോമേഴ്സ് ആണോ എന്ന് തിരിച്ചറിയാൻ രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല സെയിം ആണോ എന്ന് നോക്കണം. C3H6O ആണ്. 3 കാർബണും 6 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് എണ്ണി നോക്കിയാൽ മനസ്സിലാകും. അപ്പൊ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ ഫംഗ്ഷൻ ഗ്രൂപ്പ് വ്യത്യാസമാണ്. അതുകൊണ്ട് ഇത് എന്ത് തന്നെയാണ്? ഫംഗ്ഷണൽ ഐസോമേഴ്സ് ആണ്. ഇനി നമുക്ക് അതിന്റെ IUPAC നെയിം നോക്കാം. 3 കാർബൺ വരുന്ന ആൽഡിഹൈഡ് ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്, പ്രൊപ്പനാൽ. അടുത്തത് CH3 CO CH3. കീറ്റോൺ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് 3 കാർബൺ ആണ്, കീറ്റോണും ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? പ്രൊപ്പനോൺ. ഇതിന് അല്ലെങ്കിൽ 1, 2, 3 സെക്കൻഡ് കാർബണിലാണ് എന്താണ് കീറ്റോണിക് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ പ്രൊപ്പാൻ 2-on എന്ന് എഴുതിയാലും ശരിയാണ്. ഇത് സിമ്പിൾ ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി, പ്രൊപ്പനോൺ ഐസോമറിസം ആകുമ്പോൾ. അപ്പോൾ ഇവിടെ ഈ രണ്ട് കോമ്പൗണ്ടും നമുക്ക് ഏതിൽ വരുന്നുണ്ട്? ഫംഗ്ഷണൽ ഐസോമേഴ്സിൽ വരുന്നുണ്ട്. മോളിക്കുലർ ഫോർമുല സെയിം ബട്ട് ഡിഫറന്റ് എന്താണ്? ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഓൺ കാർബൺ ചെയിൻ. അപ്പൊ ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷണൽ ഐസോമെറിസം എന്ന് പറയുന്നത്. അടുത്ത ഐസോമെറിസം മെറ്റാമേഴ്സ് എന്നാണ്. ഞാൻ ആ ഫിനോമിനന്റെ പേരാ പറയുന്നത്, മെറ്റാമെറിസം. അപ്പൊ നമുക്ക് ആ മെറ്റാമേഴ്സിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. CH3 CH2O CH2 CH3. ആ കോമ്പൗണ്ടിനെ തന്നെ, ആ സംയുക്തത്തെ തന്നെ മറ്റൊരു രീതിയിൽ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഓക്സിജന്റെ, ഇവിടുത്തെ ഓക്സിജൻ എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്, അത് ഈഥർ ആണ്, ആൽക്കോക്സി ഗ്രൂപ്പാണ്. ഈ ഓക്സിജന്റെ ഇരുവശങ്ങളിലുമുള്ള എന്താണ് കാർബൺ ചെയിനെ നോക്കാം. അതിനെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാ വിളിക്കുന്നത്. ഇവിടെ 2 കാർബണും ഇവിടെയും 2 കാർബൺ, ഓക്സിജന്റെ ഇരുവശത്തും 2 കാർബൺ വീതം.
ആൽക്കൈൽ ഗ്രൂപ്പ്. ഇനി രണ്ടാമത്തെ കോമൺ എഴുതി നോക്കിയേ, ഈ ഓക്സിജൻ ഇങ്ങോട്ട് നീക്കി എഴുതിയേക്കുന്നു. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു കാർബൺ ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പും റൈറ്റ് സൈഡിൽ 3 കാർബൺ ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പുമാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഈ സ്ട്രക്ചറിലുള്ള വ്യത്യാസം നിങ്ങൾ ഇത് നോക്കി തന്നെ ഒന്ന് മനസ്സിലാക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈഥർ ഓയുടെ ഇരുവശത്തുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ തന്മാത്രാ സൂത്രം സെയിം ആണ്, അതായത് മോളിക്കുലർ ഫോർമുല സെയിം ആണ്. 4 കാർബണും 10 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് ഉള്ളത്. മോളിക്കുലർ ഫോർമുല C4H10O. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ IUPAC നെയിം കൂടി എഴുതേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഈഥോക്സി ഈഥെയ്ൻ എന്നാണ് ആദ്യത്തെ പേര്. രണ്ടാമത്തതിന്റെ ഓക്സിജന്റെ കൂടെ ചെറിയ കാർബൺ ഉള്ളത് ചേർക്കുന്ന ആൽക്കൈൽ മീതോക്സി പ്രൊപ്പെയിൻ. ഈ ഓക്സിജന്റെ റൈറ്റ് സൈഡിൽ 3 കാർബൺ ഉള്ള ആൽക്കൈൻ, അതുകൊണ്ട് പ്രൊപ്പെയിൻ എന്നും പറഞ്ഞു. അപ്പോൾ ഈഥോക്സി ഈഥെയ്നും മീഥോക്സി പ്രൊപ്പെയിനുമാണ് രണ്ടുപേരുടെയും പേര്, IUPAC നെയിം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ഓക്സിജന്റെ ഇരുവശങ്ങളിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൽ വ്യത്യാസം വരുന്ന ഐസോമറുകളെ വിളിക്കുന്ന പേരാണ് മെറ്റാമേഴ്സ്. ഈ ഫിനോമിനനെ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് മെറ്റാമെറിസം. അതായത് കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ദി അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് O. ഈ O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇരുവശത്തുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന വ്യത്യാസം, എന്നാൽ മോളിക്കുലർ ഫോർമുല തന്മാത്രാ സൂത്രം ഒരുപോലെയാണ് താനും. ഇങ്ങനെ വരുന്ന ഫിനോമിനനെ വിളിക്കുന്നതാണ് മെറ്റാമെറിസം. ഇനി അടുത്തൊരു കോമ്പൗണ്ടിനെ നോക്കാം, CH3 CH2 CO CH2 CH3. ഇതിനെ തന്നെ മറ്റൊരു പൊസിഷൻ മാറ്റി താഴെയും എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് സംയുക്തത്തിന്റെയും തന്മാത്രാ സൂത്രം, അതായത് മോളിക്കുലർ ഫോർമുല C5H10O, 5 കാർബണും 10 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. അപ്പൊ ഇതിനെ IUPAC നെയിം ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞൊരു കോമ്പൗണ്ട് തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എന്താണ്? പെൻഡാൻ. 5 കാർബൺ ഉള്ള ആൽക്കൈനാണ് വന്നിരിക്കുന്നത്, മെയിൻ വേർഡ് റൂട്ട് പദം മൂലം. അപ്പോൾ പെൻഡാൻ ഉള്ളതാണെന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തെ കാർബണിൽ കീറ്റോണിക് ഫംഗ്ഷൻ ഗ്രൂപ്പ് CO ആണ് വന്നിരിക്കുന്നത്. അപ്പൊ പെൻഡാൻ 3 ഓൺ. ഇനി ആ ഒരു CO ഇവിടെ വന്നിരിക്കുന്നതോ സെക്കൻഡ് കാർബണിലാണ്, രണ്ടാമത്തെ സംയുക്തത്തിൽ. അപ്പോൾ ചെറിയൊരു വ്യത്യാസമേ വരത്തുള്ളൂ, പെൻഡാൻ 2 ഓൺ. അപ്പൊ ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് നോക്കിയേ, പൊസിഷനാണ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ എന്തിലുമുണ്ട്, അതിന്റെ ഇരുവശത്തുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പില് വ്യത്യാസവുമുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ പെട്ടെന്ന് കയറി പൊസിഷൻ ഐസോമർ ആണോന്നും തെറ്റിദ്ധരിക്കരുത്. ഇവിടുത്തെ ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷനും കൂടെ നോക്കി അതിനെ എവിടേക്ക് ഉൾക്കൊള്ളിക്കണം, മെറ്റാമെറിസത്തിലേക്ക്, മെറ്റാമേഴ്സ് ആണെന്ന് പറയണം. അപ്പോൾ ദീസ് കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ദി അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ either സൈഡ് ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് CO. This phenomenon is known as metamerism. These compounds are known as മെറ്റാമേഴ്സ്. ഐസോമേഴ്സ് ആയിട്ടുള്ള മെറ്റാമേഴ്സ് എന്നാണ് ഇവരെ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു തീർക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഓർഗാനിക് കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ ആണ് ഇത്രയും ഒരു 10 പാർട്ടോളം വന്നിട്ടുള്ളത്. എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും നല്ല പ്രയാസമായിട്ട് വരുന്ന ഭാഗമാണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി. അതിപ്പോൾ 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് എടുത്തിട്ടത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വളരെ പതിയെ തന്നെ പറഞ്ഞു പോയത്. ഇനിയിപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ ക്ലാസ്സുകൾ കാണാതെ എല്ലാവരും ആദ്യം മുതൽ കണ്ട് മനസ്സിലാക്കുക. ഇടയ്ക്ക് വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇതൊക്കെ എങ്ങനെ എഴുതുന്നു, IUPAC നെയിം എങ്ങനെ എഴുതുന്നു, വാലൻസി എങ്ങനെ വരുന്നു, സംയോജകത എങ്ങനെ വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഇത്രയും നന്നായിട്ട് പഠിച്ചു വെക്കുക. ആദ്യത്തെ ബേസിക് ഐഡിയ മുതൽ ഈ ലാസ്റ്റ് പാർട്ട് വരെ നന്നായിട്ട് നോക്കി മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.